നമസ്കാരം, എൻ്റെ പേര് സുബ്രഹ്മണ്യൻ എരുമന്തുരുത്തിയാണ്. അച്ഛൻ്റെ പേര് ആണ്ടിക്കുട്ടി, അമ്മ നാരായണി. അപ്പോൾ ഞങ്ങളുടെ മൂത്ത രണ്ട് ബ്രദേഴ്സ് ഇവിടെ പഠിച്ചിട്ടുണ്ട്, ശങ്കരനാരായണനും കുമാരനും. അത് വളരെ വർഷങ്ങൾക്ക് ശേഷമാണ്. പിന്നെ രണ്ട് ബ്രദേഴ്സ് ഇവിടെ പഠിച്ചിട്ടില്ല. അതിനുശേഷം ചേച്ചി മൈഥിലി ഉണ്ടായിരുന്നു. മൈഥിലി ഇപ്പോൾ വയ്യാതെ കിടക്കുകയാണ്, അതിന് താഴെയാണ് ഞാൻ. അപ്പോൾ ഞങ്ങൾ ഇവിടെ പഠിച്ചത്. അപ്പോൾ ചേച്ചിയുടെ ഒപ്പമാണ് ഞാൻ സ്കൂളിൽ വന്നത്. 1954 സംഭവം. അന്ന് സെക്കൻഡ് ടൈമിലാണ് ഞാൻ സ്കൂളിൽ ചേർന്നത്. ആ സമയത്ത് ഇവിടുത്തെ മാഷന്മാരുടെ പേര് പറയുകയാണെങ്കിൽ ടീച്ചേഴ്സ്, അന്നമ്മ ടീച്ചർ ഉണ്ടായിരുന്നു, ഓഫ് കോഴ്സ്, കൊച്ചമ്മ ഉണ്ടായിരുന്നു, ജാനകി ടീച്ചർ ഉണ്ടായിരുന്നു, രാഘവ മാഷ്, ശിവശങ്കരൻ മാഷ്, പിന്നെ രാധ ടീച്ചർ, ലൂസി ടീച്ചറും റോസ്ലി ടീച്ചറും, അത് അന്നമ്മ ടീച്ചറുടെ മക്കളിലായിരുന്നു. സത്യഭാമ ടീച്ചർ കുറച്ച് വൈകിട്ടാണ് ഞാനൊക്കെ ജോയിൻ ചെയ്തതിനു ശേഷം വന്ന് ജോയിൻ ചെയ്തത്. രാഘവ മാഷ് സിസ്റ്റർ. ഇത്രയും ടീച്ചേഴ്സിനും ഓർമ്മയുണ്ട്. പിന്നെ സുഹൃത്തുക്കൾ എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് ഓർമ്മ വരുന്ന പറഞ്ഞായിട്ട് വിശ്വാമിത്രൻ മരിച്ചു. ആ സമയത്ത് വിശ്വാമിത്രൻ ഞാൻ ക്ലാസ്മേറ്റ്. എരുമന്തുരുത്തി സുധാകരൻ ഉണ്ടായിരുന്നു. സുധാകരനുണ്ട് ഇപ്പോഴും. സുധാകരനും പിന്നെ ഈ ഭാഗത്തു നിന്ന് തോട്ടാരത്ത് പ്രഭാകരൻ, പൊയ്യാറ മോഹൻദാസ്, ഈ രാധ ടീച്ചറുടെ അനുജത്തി ഭാഗ്യം, പിന്നെ പിണ്ടിയറ്റോ അല്ലെങ്കിൽ പള്ളക്കാട്ടിലെ ജ്യോതി, പിന്നെ തോട്ടാപ്പള്ളിയിലെ വത്സലകുമാരി, ഇവരൊക്കെ ക്ലാസ്മേറ്റ്സ് ആയിരുന്നു. പലരുടെ പേരുകളും ഇപ്പോൾ ഓർമ്മ വരുന്നില്ല. പക്ഷെ എന്നാലും ഇത്രയും പേരുകൾ സുഹൃത്തുക്കളുണ്ടായിരുന്നു. പിന്നെ അന്നത്തെ ഭൗതിക സാഹചര്യം സ്കൂളിനെ സംബന്ധിച്ച് ഇപ്പം നന്നായി എന്ന് പറയുന്നതിൽ സ്കൂളിൽ മാത്രമല്ലല്ലോ, പൊതുവെ നാട്ടിലെല്ലാവരും നന്നായിട്ടുണ്ട്. അന്ന് ഒരുപാട് ചെറിയ ചെറിയ വീടുകളും ചെറിയ ചെറിയ സൗകര്യങ്ങളുള്ള ആൾക്കാരൊക്കെ നന്നായിട്ടുണ്ട്. ആ അർത്ഥത്തിൽ സ്കൂളിൻ്റെ വികാസവും നമുക്ക് അങ്ങനെ കമ്പയർ ചെയ്യാം. കാരണം സ്കൂൾ മാത്രമായിട്ട് നന്നായതല്ല, പൊതുവെ നാട് നന്നായപ്പോൾ അതിനോടൊപ്പം തന്നെ സ്കൂളും നന്നായിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഓർമ്മ എന്ന് പറയുമ്പോൾ ശിവശങ്കരൻ മാഷ്, അദ്ദേഹത്തിന് ഞങ്ങൾ കുട്ടപ്പൻ മാഷ് എന്ന് പറയാറ്. കുട്ടപ്പൻ മാഷ് രണ്ട് സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ടുള്ള ആളാണ്. ഒന്നാമത്തെ കാര്യം ഞാൻ ഒരു സന്ദർഭത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഒരു ദിവസം അദ്ദേഹം ക്ലാസ്സിൽ വന്നിട്ട് നോട്ടീസ് ബോർഡിൽ സ്ട്രെയിറ്റ് ആയിട്ടൊരു വര വരച്ചു. ഈ വര വരച്ചിട്ട് ഞങ്ങളോട് ചോദിച്ചു, ഇത് നിങ്ങൾക്ക് മായ്ക്കാതെ ഇത് ചെറുതാക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ എല്ലാവരും മുഖത്തോട് മുഖം നോക്കി, എങ്ങനെയാണ് ഒരു വര വരച്ചിട്ട് അത് മായ്ക്കാതെ ഇങ്ങനെ ചെറുതാക്കുക? കുറേ നേരം മാഷ് എല്ലാവരും മുഖത്തേക്ക് നോക്കിയപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഞങ്ങൾക്കിത് അറിയില്ല എന്ന്. അപ്പോൾ മാഷ് എന്ത് ചെയ്തു, അടുത്ത് തന്നെ ഈ വരയുടെ അടുത്ത് തന്നെ ഒരു വലിയൊരു വര വരച്ചു. ഈ വലിയ വര വരച്ചപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റു വര ചേർത്ത് നോക്കിയാൽ ഇപ്പോൾ ഇത് ചെറുതായാലും ചോദിച്ചു. ജീവിതത്തിൽ ഞാൻ പഠിച്ച ആദ്യത്തെ ഫിലോസോഫിക്കൽ പാഠം അത് തന്നെയാണ്. അത് എന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ സ്വയം ഉയരുന്നതാണ് എപ്പോഴും ഭംഗി. വേറെ ആൾക്ക് നമ്മൾ ചെറുതാക്കാൻ പറ്റില്ല എന്നുള്ള പാഠം പഠിച്ചത് എങ്ങനെയാണ്. വേറെ ആൾ നന്നാവുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെറുതാവുന്നുണ്ടെങ്കിൽ അതിന് കാരൻ നമ്മൾ തന്നെയാണെന്നുള്ളത്. പിന്നെ രണ്ടാമത് അദ്ദേഹം വേറെ ഒരു മെസ്സേജും കൂടെ ആ സമയത്ത് തന്നിട്ടുണ്ട്. ഞാൻ ഇത്രയും പറയാൻ കാരണം വ്യക്തിപരമായിട്ട് ഓർക്കുന്ന കാര്യങ്ങളാണ്. രണ്ടാമത് പറഞ്ഞ മെസ്സേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ദിവസം ക്ലാസ്സിൽ വന്നിട്ട് ചോദിച്ചു, മരിക്കാതിരിക്കാൻ സൂത്രം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ആഗ്രഹം, കുട്ടികൾക്കൊക്കെ മരണം കേട്ടിട്ട് പേടിയുള്ള ആൾക്കാരാണല്ലോ. ചോദിച്ചപ്പോൾ എന്താ സൂത്രം? അപ്പം ജനിക്കാതിരുന്നാൽ മരിക്കാതിരിക്കാൻ പറ്റുന്നു. ഈ രണ്ട് കാര്യങ്ങളും ഫിലോസോഫിക്കലാണെങ്കിൽ എൻ്റെ ലൈഫിൽ വളരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളതാണ്. പിന്നീട് ഇന്ത്യൻ നമ്മുടെ ക്ലാസിക് ലിറ്ററേച്ചറൊക്കെ ആയിട്ട് നോക്കുമ്പോൾ ഭഗവത്ഗീത അടക്കം ഇത്തരം മെസ്സേജസൊക്കെ അതിലുണ്ടായിരുന്നു എന്നുള്ളത് വരുമ്പോൾ വലിയ സന്തോഷമുണ്ട്. പിന്നെ കുട്ടികളുടെ കാര്യം പറയുമ്പോൾ ഇവിടെ ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുത്തിട്ട് ഞങ്ങൾ വന്ന് കുറച്ച് കഴിഞ്ഞിട്ട് കൊച്ചമ്മാളമ്മയുടെ മകൻ സുന്ദരനായിരുന്നു. സുന്ദരനായിരുന്നു ഭക്ഷ്യവകുപ്പ് മന്ത്രി. ഞാൻ പ്രധാനമന്ത്രിയായിട്ട് ഇരുന്നുണ്ട് ഇവിടെ എന്ന് വെച്ചാൽ. അപ്പോൾ സ്കൂൾ അറ്റൻഷൻ എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം കുട്ടികളെയൊക്കെ നിർത്തിയിട്ട് ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടമാഷായിരുന്നു ഡ്രില്ലൊക്കെ എടുത്തിരുന്നത്. കുട്ടമാഷ മിലിറ്ററിയിൽ ഉണ്ടായിരുന്നു തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അദ്ദേഹം അത് സിസ്റ്റമായി ഇത്തരം കാര്യം മറ്റു കാര്യങ്ങൾ ടീച്ചേഴ്സ് പഠിപ്പിച്ചതിനെ പറ്റിയൊന്നും കാര്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. രാധ ടീച്ചർ ഇംഗ്ലീഷ് പഠിപ്പിച്ച ഓർമ്മയാണ്. 5ാം ക്ലാസ് വരെ ഉണ്ടായിരുന്നു ആ സമയത്ത്. പിന്നീടാണ് അവർ ചേഞ്ച് ചെയ്തെന്ന് തോന്നുന്നു. അപ്പം അത്രയും കാര്യങ്ങളാണ് എനിക്കിപ്പോൾ ഓർക്കാൻ കഴിയുന്നത്. ഇനിയിപ്പോൾ വിശദമായിട്ട് പറയുകയാണെങ്കിൽ ഈ നാടിൻ്റെ ഒരു സ്പന്ദനമാണ് സ്കൂൾ എന്നുള്ളതിനെ പറ്റി ഒരു സംശയമില്ല. അത്രയധികം കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൊഴങ്ങാവൂർ സ്കൂളിൻ്റെ എല്ലാ ഭാവങ്ങളും നേരുന്നു. അന്നമ്മ ടീച്ചറൊക്കെ എപ്പോഴും കൃത്യമായിട്ട് ഓർക്കുന്നുണ്ട്. മക്കളെ, അവരുടെ 2 പെൺമക്കളെയും ഒക്കെ ഭംഗിയായിട്ട് ഓർക്കുന്നുണ്ട്. എല്ലാവർക്കും ഭാവം. പിന്നെ ദിലീപ് മാഷ് ഞങ്ങളുടെ ഫാമിലിയിലെ ആളാണ്. രാഘവ മാഷ് നാട്ടുകാരനാണെന്നുള്ള നിലയ്ക്കൊക്കെ ധാരാളം നമ്മൾ ഇടപെട്ടുള്ള ആൾക്കാരാണ്. സന്തോഷമുണ്ട് ഇത്തരം കാര്യങ്ങൾ പറയുന്നതിന്. നമസ്തേ.